ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ അവരുടെ ആരോഗ്യനില കാര്യമായ പുരോഗതിയിലേക്ക് വന്നില്ല എന്നൊരു ആശങ്കാജനകമായ വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ആദ്യം വേണം. ഒപ്പം ഈ പുതിയ അതിക്രമത്തിൻ്റെ വീണ്ടും ആക്രമണങ്ങൾ നിർബാധം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലടക്കം കൂടുതൽ സുരക്ഷാ വിന്യാസം ഒരുക്കുന്ന കാര്യത്തിലൊക്കെ എന്തെല്ലാം നടപടികൾ, ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്? ശ്രീകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. അതൊന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ലഭിക്കും. എന്തായാലും ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് ഏറെ മാറ്റമുണ്ട്, നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആവർത്തിച്ച് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ പലപ്പോഴും ചർച്ചകൾ വരിക. അപ്പോഴാണ് ഇത് സംബന്ധിച്ച് സുരക്ഷയെക്കുറിച്ച് ചർച്ചകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുക. എന്തായാലും കർശന നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥരുമല്ല, അവരുടെയൊക്കെ വശവും കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ട. കാരണം 194 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ ലക്ഷക്കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ, സുരക്ഷാ ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. ഇനിയും അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നടപടികൾ അത് കാര്യക്ഷമമായി വരുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിനായി ഡിപ്ലോയ് ചെയ്യുന്നുണ്ടുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. ഈ വർക്കലയിലെ സംഭവം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ട്രെയിനിൽ മദ്യപിച്ചെത്തുന്നവരെ സംബന്ധിച്ച പരിശോധനകളിലേക്ക് ചർച്ച ഗൗരവമായി വരുന്നത്. കാരണം പല ആളുകളും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് അമിതമായി മദ്യപിച്ച് വരുന്നത് പെട്ടെന്നുണ്ടായിരുന്ന പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത്. പക്ഷേ അത്തരക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കാര്യമായി പരിശോധനകൾ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹം സയൻസ് IPS അക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ ഈ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ പോലും ഇങ്ങനെ അമിതമായി മദ്യപിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തുന്ന ആളുകളെയൊക്കെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അത് കേരള പോലീസിലാണെങ്കിലും നിയമപ്രകാരമുണ്ട്, റെയിൽവേ നിയമപ്രകാരമാണെങ്കിലും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതലായി ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്രീകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നു. ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒരു വിവരം വന്നാണ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു CCTV കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളും ആശ്ചര്യപ്പെട്ടിരുന്നു. കാരണം ജനറൽ കോച്ചാണ്, അതിലെങ്ങനെയാണ് CCTV വരിക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞത് ഈ ദീർഘദൂര ട്രെയിനുകളിലൊക്കെ ചില കോച്ചുകളിൽ CCTVകൾ വെക്കാറുണ്ട്. ഈ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ആ കോച്ചിൽ ഇതിൻ്റെ CCTV ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നിർണായക തെളിവായി മാറുകയും ചെയ്യുന്നു. ഈ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ആൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എത്രത്തോളമാണെന്ന് അറിയത്തക്ക രീതിയിൽ തന്നെ അത്തരം ഒരു ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് സഹൻ ഷാ പറയുന്നത്. അദ്ദേഹമാണ് ഈ കേരള റെയിൽവേ പോലീസിൻ്റെ മേധാവിയായിട്ടുള്ള ആൾ. അദ്ദേഹത്തിനാണ് ഈ സുരക്ഷ സംബന്ധിച്ച് ചുമതലയുള്ള. ആ ഒരു സാഹചര്യത്തിലാണ് സഹൻ ഷായോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തരികയും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തത്.